ഇത് എറണാകുളം ജില്ലയിലെ മണീട് ഗ്രാമത്തിലുള്ള രണ്ടാം മഞ്ഞിനിക്കര എന്നും അറിയപ്പെടുന്ന മണീട് സെന്റ് കുര്യാക്കോസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ. പുരാതനമായ ഈ ദേവാലയം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 300-ലധികം കുടുംബാംഗങ്ങളുള്ള ഈ പള്ളി കണ്ടനാട് രൂപതയുടെ കീഴിലാണ്. ലൗകിക കാര്യങ്ങളിൽ ഈ ദേവാലയം സ്വന്തം ഭരണഘടനയിൽ നിയന്ത്രിക്കപ്പെടുന്നു. എന്നാൽ ആത്മീയ കാര്യങ്ങൾ കണ്ടനാട് രൂപതയുടെ മെത്രാപ്പൊലീത്തയാണ് നയിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെയും പ്രോത്സാഹനങ്ങളുടെയും പിന്തുണയുടെയും പ്രാർത്ഥനകളുടെയും ഫലമായി അതിപുരാതനമായ ഈ ദേവാലയം അതിമനോഹരമായി പുനർനിർമ്മിക്കപ്പെട്ടു. പുതുക്കിയ ദേവാലയത്തിൻ്റെ വിശുദ്ധ മുറോൻ അഭിഷേക കൂദാശയും പാത്രിയർക്കീസ് ബാബയുടെ ഓർമ്മ പെരുന്നാളും ശ്രാദ്ധസദ്യയുടെയും കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. AD 1916 നെച്ചൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ അന്നത്തെ പള്ളി വികാരി കുറുമ്പാലക്കാട്ട് ബഹുമാന്യനായ പത്രോസ് കത്തനാർ മണീടിൽ ഒരു കുരിശ് സ്ഥാപിച്ചു. പരിശുദ്ധ അന്തോക്യ സിംഹാസനത്തോട് ഭക്തിയും കൂറും പുലർത്തിപ്പോന്ന മണീട് നിവാസികളുടെ അദമ്യമായ ആഗ്രഹത്തെ പ്രതി കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലീത്തയുടെ അനുവാദ കൽപ്പനയോടെ 1931 നവംബർ മാസം 28 കൊള്ളിനാൽ ബഹുമാന്യനായ ഗീവർഗീസ് കത്തനാരുടെ നേതൃത്വത്തിൽ ഒരു ചാപ്പലായി പണിത് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ഈ ചാപ്പൽ ഒരു ഇടവക പള്ളിയായി ഉയർത്തണമെന്ന വിശ്വാസികളുടെ ആഗ്രഹത്തെ പ്രതി 1966 ജൂൺ മാസം 26 കണ്ടനാട് ഭദ്രാസനാധിപനായിരുന്ന പൗലോസ് മോർ പീലക്സിനോസ് തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ ചാപ്പലിനെ ഒരു ഇടവക പള്ളിയായി ഉയർത്തി പ്രഖ്യാപനമുണ്ടായി. അന്നു മുതൽ ഇന്നുവരെയും ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും പെരുന്നാളുകളിലും വിശുദ്ധ കുർബാന അർപ്പിച്ചു പോന്നു.
പരിശുദ്ധ അന്തോക്യ സിംഹാസനത്തിൽ നിന്നും പരിശുദ്ധ സഭയുടെ സമാധാനത്തെ പ്രതി എഴുന്നള്ളി വന്ന പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൽ പത്രിക്കസ് ബാബ 1931 ഫെബ്രുവരി മാസം 13-ാം തീയതി കാലം ചെയ്യുകയും മങ്ങിനിക്കര ദഹ്റയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ പിതാവിൻ്റെ 40-ാം അടിയന്തര ചടങ്ങുകളിൽ സംബന്ധിക്കുവാനായി മണീട് പള്ളിയിൽ നിന്നും പരേതനായ ശ്രീ VM പീറ്റർ കൊള്ളിനാലിൻ്റെ നേതൃത്വത്തിൽ 7 പേർ അടങ്ങുന്ന ഒരു സംഘം വിശ്വാസികൾ കാൽനടയായി മഞ്ഞിനിക്കരയ്ക്ക് പോകുകയും അടിയന്തര ചടങ്ങുകളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുകയും ചെയ്തു. മഞ്ഞിനിക്കര തീർത്ഥയാത്ര പോകുന്ന എല്ലാ വിശ്വാസികളും മണീട് പള്ളിയിൽ വരികയും പള്ളിയിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രാമത്തിന് ശേഷം മഞ്ഞിനിക്കരയ്ക്കുള്ള തീർത്ഥയാത്ര ആരംഭിക്കുന്നു. ആദ്യകാലത്ത് യാത്രക്കാർക്കുള്ള ഭക്ഷണം നേർച്ചയായി നൽകിയിരുന്നത് ശ്രീ VM പീറ്ററുടെ സ്വന്തം ചിലവിലായിരുന്നു. ഇപ്പോൾ നേർച്ച സദ്യ പള്ളിയിൽ നിന്നും നൽകി പോരുന്നു. അവിടത്തേക്ക് സമാധാനം സങ്കടപ്പെട്ടവർക്ക് സഹായങ്ങളെ വലിയ ഭണ്ഡാരം കഥാവിന്റെ സത്യവാദ പ്രകാരം അങ്ങയിലും അവിടുന്ന് കർത്താവിനും വാസിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസ്തരോ ശ്രീ VM പീറ്ററിൻ്റെ സ്വന്തം ചിലവിൽ ബാബയുടെ ഒരു സ്മാരക ഖബർ ഇവിടെ പണിയുകയും വടക്കൻ മേഖലയിലുള്ള മഞ്ഞിനിക്കര തീർത്ഥാടകർ മണീട് പള്ളിയിൽ വന്ന് ഈ സ്മാരക ഖബർ വണങ്ങി കാൽനടയാത്രയായി മഞ്ഞിനിക്കരയിലേക്ക് പോകുകയും പതിവായിരുന്നു. ഇതാണ് പിൻകാലത്ത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ കാൽനടയാത്രയായ മഞ്ഞിനിക്കര തീർത്ഥയാത്രയായി മാറിയത്.
പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാത്രിക്കീസ് ബാബയുടെ തിരുശേഷിപ്പ് ആദ്യമായി സ്ഥാപിച്ചത് മണിയുടെ പള്ളിയുടെ സ്മാരക ഖബറിലായിരുന്നു. അതുകൊണ്ട് ഈ മണിയുടെ പള്ളിയെ രണ്ടാം മഞ്ഞിനിക്കര എന്ന് വിളിച്ചു പോന്നു. ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥയാത്രയുടെ മുമ്പിലായി പോകുന്ന രഥത്തിൽ വടക്കൻ മേഖല തീർത്ഥയാത്ര മണിയുടെ എന്ന ബോർഡ് വെച്ച് അന്തോക്യ സിംഹാസന വിശ്വാസ തീർത്ഥയാത്രാ സംഘത്തിൻ്റെ രഥമാണ് പ്രധാന രഥമായി മഞ്ഞിനിക്കരയ്ക്ക് പോകുന്നത്. മഞ്ഞിനിക്കര ഓമല്ലൂർ കുരിശും ജംഗ്ഷനിൽ നിന്ന് മഞ്ഞിനിക്കര ദയറാധിപനും വിശിഷ്ട അതിഥികളും ചേർന്ന് സ്വീകരിക്കുന്നതും മണിയുടെ പള്ളിയിൽ നിന്നുമുള്ള രഥത്തെയാണ്. ഇനിയും വരാം വേറിട്ട കാഴ്ചകളുമായി.